സൈനക്ക് 6 പാക്ക് ആണല്ലോ. എന്താ അവിടെ ബിസ്ക്കറ്റ് ഉണ്ടാക്കി തെച്ചത് ഒരു പാട്ട് ഓർഡേഴ്സും ഇറക്കിക്കോ വിളിച്ചോ. ഇന്ന് എണ്ണയും മഞ്ചാരി കുറച്ച് പോകും. പിന്നെ പട്ടക്കോറിന്റെ ശല്യം അവിടെ ഞാൻ വരാ നടന്നോ ആരാ കല്യാണ ലാബില് ദിലീപ് പോണാരി പോണു. ഞാൻ പോവാ എക്സസൈസ് എടുക്കാണ്ട് മര്യാദ പിടിച്ച് കളിച്ചാണ് പോകും. എവിടെ മൈന എന്താ പീടികൊണ്ടിരുന്ന പഞ്ചാരല്ലേ അത് ഞാൻ വരുമ്പോ കൊണ്ടാ സൈനിന്റെ കാര്യം പറഞ്ഞേ ജിന്ന വട്ടം കറക്കലോട് കൊച്ചൊരു ദിവസമായി അതിന്റെ ബാറ്റ് ഞാൻ കൊച്ചാൻ വെച്ചു. ഞാൻ വാങ്ങിത്തരാം ഉണ്ടല്ലേ തൊള്ള കൂട്ടെ ഞാൻ അത് വാങ്ങിത്തരാം. അതിനൊരു കേടില്ല അതൊന്ന് കെട്ടിച്ചാ മതി. ഇത് കെട്ടിച്ചിട്ട് കട മലപ്പുറത്തങ്ങാടി തുടങ്ങിക്കണോന്ന്. മലപ്പുറത്തുണ്ട് സ്പോർട്സിന്റെ എല്ലാ സാധനം കിട്ടണ 1.5 കട തുടങ്ങിയിട്ട് ഫിഫ്കോ നമുക്ക് വയ്ക്കാം. ശരി പറ്റേ അല്ല ആരതിൽ തന്ത ഞാനാ പോണ്ടിയ പറ്റേ. നിങ്ങൾ അറിഞ്ഞില്ലേ 22, 23 എന്ത് പാപ്പാന്റെ തലേണ് 22, 23 വെറുതെ കിട്ടിയാലേ അയാള് പന്നിപ്പടക്കം തിന്നു. അയാൾ അറിയാത്ത നിർത്തെ വണ്ടി വിട്ട് അപ്പുണിന്റെ അടുക്ക് ഞാൻ അർജന്റ് ആയിട്ട് പോവാ. ഞാനില്ലാതെ അർജന്റ് കൊണ്ട് ഇപ്പൊ മനുഷ്യൻ കുട്ടി എജ്ജായിട്ട് അറിഞ്ഞ 22, 23 എന്താന്ന് എനിക്കറിയില്ല. അതന്നെ ഞാൻ പറഞ്ഞു അപ്പുണിന്റെ അടുക്ക് കൂടെ ഓൻ അറിയല്ലോ. എന്റെ അമ്മ മുതകൊക്കെ കൊതുക് മുഴിഞ്ഞോ. അപ്പുണ്ണിയെ ഒരു കാര്യം നോക്കാണ്ട്. എന്താണ് എന്റെ കസാര എടുത്ത് പുറത്തേക്കിടാ. ശരിയാണ് ഇവിടെ ഈ ഇരിക്കാൻ വേണ്ടി ഉണ്ടാവുമ്പോ ഇതിന്റെ ആവശ്യമില്ലല്ലോ. അയ്യോ താനിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നേ? എടുത്തിട്ട് അച്ഛനെ തിരിക്കിട്ട് മൂക്കിന് കയറ്റാ. ഞാൻ പിന്നെ തിരികൊണ്ട് ഓരോ സാധനം മനസ്സിൽ ഇഷ്ടോർത്ത് കൊടുത്ത് വെച്ചിക്കാണ്ട്. അപ്പുണ്ണിയെ 22-ാം തീയതി 23-ാം തീയതി നാട്ടിൽ എന്തോ നടക്കും. എന്താന്നുള്ള എന്റെ വെച്ചിരുമ്പോ നോക്കിന്ന് പറഞ്ഞ അന്ന് മുരളിന്റെ പോത്തിന് മതളയാണ്. അത് കഴിഞ്ഞ മാസല്ലേ. ഈ മാസം 22-ാം തീയതി 23-ാം തീയതി പരിയങ്ങാട് അങ്ങാടിയിൽ എന്തോ പരിപാടി നടക്കണ്ടെന്ന്. നേരോ ഞാനൊന്ന് നോക്കട്ടെ. ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ കേട്ടെന്നാ വേറെ കിണ്ടി തെക്കോട്ടാണല്ലോ നിക്കുന്നത്. അതിലിപ്പോ എന്താ ദേവിയെ കിണ്ടിന്റെ വാല് തെക്കോട്ടാന്നാ പറഞ്ഞ അല്ലാതെ എന്നാ പറയണ്ടേ അത് തിരിച്ചച്ചാ പോരെ. യജാന്ന് നോക്കി പറഞ്ഞോണ്ടേ. ഇതിലും ടച്ചൊക്കെ ഇറങ്ങിയോ പോയേ? ലോൺ വിചാരിച്ച മാതിരി അല്ലട്ടോ. കുറഞ്ഞ പൈസക്കാണല്ലോ സാധനങ്ങൾ കൊടുക്കുന്നേ. എവിടെയാണത്? താൻ പറഞ്ഞ സംഭവം നടക്കുന്നത് ഈസി മാർട്ടിലാണ്. ചീമന്താരം തുളസി പിച്ചകമാലകൾ ചാർത്തി കൊമ്പങ്കാട് കോയെ നിന്ന് കാണി കാണണം. ഞാൻ പോവാണ് ഈ വരിന്ന്. ഇതുകൊണ്ട് തന്നെ ഉന്നക്കായി പറപ്പിച്ചാൽ പറപ്പിച്ചല്ലേ മുടി. ഒരു ചീർപ്പ് വാരാൻ നോക്കുമ്പോ അതിൽ നിറച്ച മുടി. ദോശ നിന്നപ്പോ അതിൽ മുടി, ചോറ് കഴിച്ചപ്പോ അതിൽ മുടി, ആകെ കൊടുമുടി. ഇതെന്താ നെടുമുടിന്റെ വരെ? ഇത് കൊമ്പങ്കാട് കോയന്റെ വരെയാണ്. ഒലക്കാണിത്. ഇതുണ്ടോ മുഴുവൻ കൊയച്ചില് ഈ ജായി മുടി വെച്ചുള്ള ഒരു പേരെ ഞാൻ കണ്ടിട്ടില്ല. അന്റെ ഈ മുടി വെട്ടണില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഭക്ഷണം പുറത്തുനിന്ന് അയക്കുന്നത്. നിക്കപ്പച്ചേ അങ്ങനെ വായിക്കണ എന്താന്നില്ല മനുഷ്യൻ മുടി ഇങ്ങനെ തിന്നേ ഇറക്കിപ്പച്ചേ. എവർക്ക് ഞാനുണ്ട്, ഞാനെത്തും നിന്നില്ലേ. ഇജിന്റെ ഒപ്പം പോരാനാണെന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തേക്ക് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇച്ച് ഇവിടെ തന്നെ കഴിച്ചുവിടുന്നാലേ. ഒന്നല്ലെങ്കിൽ ഈ പരിധി ഇജ്ജ് പോവാ, അല്ലെങ്കിൽ ഞാൻ പോവാ. എന്താ വേണ്ടേ? എന്റെ പച്ച പോയിക്കോളെ. എന്താ ഏത് ചെടിയ പച്ച മാറ്റണ്ടേ? പട്ടി ഒന്ന് വന്നാൽ പാപ്പാനെ പെരീന്ന് പറഞ്ഞുകൂടി. അല്ല എന്താ കോയൊക്കെ പെരിയിൽ പുതിയ ആടാങ്ങിയോ? ഇതിനേക്കാളും നല്ല ആട് വാങ്ങി വായിച്ചാസേ. എന്നാ കൂട്ടിലെ രോമം ഉണ്ടാവുള്ളൂ. നാട്ടിൽ ആകെ രോമം മുടി കൊഴിച്ചാണ് കുഞ്ഞാപ്പൂലേ. അതിനെന്തെല്ലാം മാർഗണ്ട് കോയാക്കാ? അതിനൊരു മാർഗണ്ടേ ഒന്നും പറഞ്ഞാ. അതിനെന്തിനാ കോയൊക്കെ നിങ്ങൾ പേടിച്ചിന്? കോഴിക്കോട് പുതിയറല്ലേ നമ്മളെ ക്ലിനിക്ക്? ക്ലിനിക്കോ? തുർക്കി എയർ ട്രാൻസ്പ്ലാന്റ് ക്ലിനിക്ക്. എന്നാ തിന്നാ പിന്നെ പോവാ. ഞാൻ ആദ്യം അവനെ തുർക്കിക്കൊന്ന് കൊണ്ടുപോയോ.